ഏപ്രിൽ 29 ഈസ്റ്ററിൻ്റെ 2-ാം വാരത്തിലെ ചൊവ്വാഴ്ച. യോഹന്നാൻ 3:7-15 വരെ വാക്യങ്ങൾ. ഇന്നത്തെ വായനയിൽ നിക്കോദേമോസും യേശുവും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ഉയരത്തിൽ നിന്ന് ജനിക്കുക എന്നതിന് യുക്തിസഹമായ ഒരു വിശദീകരണം ഇല്ലെന്ന് യേശു നിക്കോദേമോസിനോട് പറയുന്നു. നമുക്ക് അത് അനുഭവപ്പെട്ടേക്കാം, പക്ഷെ അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമുക്ക് അത് സാധ്യമാക്കാൻ കഴിയില്ല. അത് എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. അത് എവിടേക്ക് പോകുമെന്ന് നമുക്ക് നിയന്ത്രിക്കാനും കഴിയില്ല. നാം ദൈവത്തിൽ നിന്നാണ് എന്ന് മാത്രം അറിയുക. ഉയരത്തിൽ നിന്ന് ജനിക്കുക എന്നാൽ ആത്മാവിൽ നിന്ന് ജനിക്കുക എന്നാണ്. അങ്ങനെ നമുക്ക് സ്വർഗവുമായും നമ്മുടെ ഉത്ഭവവും വിധിയുമായും വീണ്ടും ബന്ധപ്പെടാൻ കഴിയും. നമ്മുടെ ഉദ്ദേശ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുകയും അതിൻ്റെ പൂർത്തീകരണത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നും ഇതിനർത്ഥമുണ്ട്. ആത്മാവിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ് യേശു പരാമർശിക്കുന്നത്. അത് നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ അതിൻ്റെ ഫലങ്ങൾ, ഉദാഹരണത്തിന് വൃക്ഷങ്ങളുടെ ചലനം, ഇലകളുടെ ചലനം പോലെ ദൃശ്യമാണ്. വീണ്ടും ജനിച്ച നമ്മൾ ജഡത്തിലല്ല, ഈ ആത്മാവിലാണ് ജീവിക്കുന്നത്. ആത്മാവിൻ്റെ ഫലത്തിന് ഒരു സ്വാധീനം ഉണ്ടായിരിക്കണം. അതായത് മറ്റുള്ളവർക്ക് അത് കാണാനോ ഗ്രഹിക്കാനോ കഴിയും. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ലൗകികരാണ്, ഇതുവരെ ആത്മാവിൽ നിന്ന് ജനിച്ചിട്ടില്ല. സാധാരണയായി വിദ്യാസമ്പന്നരായ ആളുകൾക്ക് മനസ്സിലാകാത്ത കാര്യത്തിൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. കുറഞ്ഞത് യുക്തിസഹമായിട്ടെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കണം. വീണ്ടും ജനിക്കുക എന്ന പദം മനസ്സിലാക്കാൻ കഴിയാത്ത നിയമജ്ഞനായ നിക്കോദേമസിനെ പോലെയാണവർ. അതിന് യേശു ഒരു കാറ്റിൻ്റെ ഉദാഹരണം പറയുന്നു. കാറ്റ് ഇവിടേക്കും അങ്ങോട്ടും വീശുന്നു, പക്ഷെ അത് എവിടെ പോകുന്നുവെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. യേശു നിക്കോദേമസിനോട് പറയുന്നത് താൻ ഇതിനകം അറിഞ്ഞിരുന്ന കാര്യങ്ങൾ മാറ്റിവെച്ച് വീണ്ടും ഒരു ശിശുവായി മാറാനും മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നതിലൂടെ മാത്രം ലഭിക്കുന്ന പുതിയ അറിവ് നേടാനും തയ്യാറാകാനാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടാനും രൂപാന്തരപ്പെടാനും ചെയ്യുന്ന പുതിയ ജീവികളാകാൻ അവൻ നിക്കോദേമസിനെ ക്ഷണിച്ചതുപോലെ നമ്മളെയും ക്ഷണിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പുതുക്കാനും ഉരുകാനും വാർത്തെടുക്കാനും ആത്മീയ ഉണർവിൻ്റെ പാതയിലേക്ക് നമ്മെ നയിക്കാനും ദൈവം തൻ്റെ ആത്മാവിനെ അയക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.